നമുക്ക് ഈ സ്റ്റേറ്റിനെ ഈ റോസിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ടോട്ടൽ സെയിൽ കിട്ടാനായിട്ട് ടോട്ടൽ സെയിൽസ് ഇൻ റുപ്പീസ് അത് സെലക്ട് ചെയ്ത് വാല്യൂസിലേക്ക് ഇടാം. അപ്പോൾ ഇതുകൊണ്ട് ഓരോ സ്റ്റേറ്റ് വൈസ് നമുക്ക് സെയിൽ നടന്നത്. ഇതിൻ്റെ കൂടെ പ്രോഡക്ട്സ്, ഈ പ്രോഡക്ട്സ് ഡ്രാഗ് ചെയ്ത് കോളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് വൈസ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നോക്കൂ, ഇവിടെ ആപ്പിൾ, ബനാന, ഇങ്ങനെ. അതായത് ഈ ഓരോ സ്റ്റേറ്റുകളിലും ഈ വീഡിയോയിൽ പിവറ്റ് ടേബിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിവറ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള എക്സലിലെ ഒരു മികച്ച ടൂളാണ് പിവറ്റ് ടേബിൾ. ഈ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഫോർമുലാസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു കമ്പനിയിലെ സെയിൽസിൻ്റെ ഡാറ്റയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, പിവറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഈ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ഒരു കമ്പനിയുടെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഡേറ്റ് ഉണ്ട്, റീജിയൻ, സൗത്ത്, നോർത്ത്, സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റുകളുണ്ട്. അവർ സെയിൽ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റുകളിലും ഡീറ്റെയിൽസ് ഉണ്ട്. കാറ്റഗറി വെജിറ്റബിൾ ആണോ ഫ്രൂട്ട്സ് ആണെന്നുള്ളത്. പ്രോഡക്ട്സ്, ഏതൊക്കെ പ്രോഡക്റ്റാണ് അവർ സെയിൽ ചെയ്യുന്നുള്ളത്. പിന്നെ സെയിൽസ് പേഴ്സൺ, ആരൊക്കെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്, ഓരോരോ സ്റ്റേറ്റുകളിലേക്കും ആരൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. അതുപോലെ അവർ എത്ര യൂണിറ്റ് വെച്ചാണ് സെയിൽ ചെയ്തത്. അതുപോലെ യൂണിറ്റ് പ്രൈസ് ഉണ്ട്. അതുപോലെ ടോട്ടൽ സെയിൽസ് ഉണ്ട്, അതായത് അത് പ്രൈസിലാണ്. ഇത്തരം ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടിയ നമ്മുടെ ഈ ഡാറ്റയിലുള്ളത്. ഇതിൽ നിന്ന് വേണം നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട്. അതായത് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ സെയിൽ നടക്കുന്നത്, അതുപോലെ ഏതൊക്കെ സെയിൽസ് പേഴ്സൺസാണ് സെയിൽ കൂടുതൽ ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഏതൊക്കെ പ്രോഡക്റ്റാണ് കൂടുതൽ സെയിലായി പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിവറ്റ് ടേബിൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ഫോർമുല പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പിവറ്റ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഇൻസെർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സെല്ല്, നമ്മുടെ ഡാറ്റയിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പിവറ്റ് ടേബിളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റ കിടക്കുന്ന റേഞ്ച് അത് ഫുള്ളായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കാണാം. ഇനി നമുക്ക് ഇത് ന്യൂ വർക്ക്ഷീറ്റിൽ വേണോ അതോ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് ന്യൂ വർക്ക്ഷീറ്റിന് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ കൺജസ്റ്റഡ് ആയി പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ പിവറ്റ് ടേബിൾ. ഇതിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഡേറ്റ്, റീജിയൻ, സ്റ്റേറ്റ്, കാറ്റഗറി, പ്രോഡക്റ്റ്, സെയിൽസ് പേഴ്സൺ, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാണാം. ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇത് നമ്മുടെ ഈ ഡാറ്റയിലുള്ള കോളം ഹെഡിങ്സ് ആണ്. അതാണ് ഇവിടെ പിവറ്റ് ടേബിളിലെ ഈ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നോക്ക്, ഫിൽറ്റേഴ്സ്, അതുപോലെ കോളംസ്, റോസ്, വാല്യൂസ്, ഇത്രയും 4 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റോസിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ കാറ്റഗറി, പ്രോഡക്റ്റ്, സെയിൽസ് പേഴ്സൺ, നമുക്കിതിൽ സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഈ സ്റ്റേറ്റിനെ ഈ റോസിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇവിടെ നമുക്ക് ഇവിടെ വെർട്ടിക്കലായിട്ട് സ്റ്റേറ്റുകളുടെ ഡീറ്റെയിൽസ് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ടോട്ടൽ സെയിൽ കിട്ടാനായിട്ട് ടോട്ടൽ സെയിൽസ് ഇൻ റുപ്പീസ് അത് സെലക്ട് ചെയ്ത് വാല്യൂസിലേക്ക് ഇടാം. അപ്പോൾ ഇതുകൊണ്ട് ഓരോ സ്റ്റേറ്റ് വൈസ് നമുക്ക് സെയിൽ നടന്നത് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തോളണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റിനെ കോളംസിൽ ഇട്ടാൽ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ അത് പ്രിൻ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി വരും. ഇത് ഹൊറിസോണ്ടലി ഇങ്ങനെ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ എളുപ്പം നമുക്ക് സ്റ്റേറ്റിനെ
കൂടുതൽ ലിസ്റ്റ് ഉള്ളത് നമുക്ക് ഇവിടെ റോസിലിടാം. ഇനി ഇപ്പോൾ ഇത് ടോട്ടൽ നമുക്ക് ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ സെയിൽ നടന്നതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിലേതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോർട്ട് ബൈ, ഇവിടെ സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആ ഓപ്ഷൻ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് എമൗണ്ട് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകും പഞ്ചാബ് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും കുറവ് സെയിൽ നടന്നത് കേരളത്തിലാണ്. ഇനി ഇത് ഏതൊക്കെ പ്രോഡക്റ്റിലാണ് ഈ സെയിൽ നടന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പ്രോഡക്ട്സ്, ഈ പ്രോഡക്ട്സ് ഡ്രാഗ് ചെയ്ത് കോളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് വൈസ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നോക്കൂ, ഇവിടെ ആപ്പിൾ, ബനാന, ഇങ്ങനെ അതായത് ഈ ഓരോ സ്റ്റേറ്റുകളിലും ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് സെയിൽ ചെയ്തത്, അത് എത്ര എമൗണ്ടിനാണ് മൊത്തത്തിൽ സെയിലായത് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ ഈ ഗ്രാൻഡ് ടോട്ടലിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് സോർട്ട് ബൈ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് നമുക്ക് അറിയാം പഞ്ചാബാണ്, ഏറ്റവും കുറവ് കേരളത്തിലാണ്. അതുപോലെ ഇപ്പോൾ ബനാന, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് മാത്രം നമുക്ക് സെയിൽ ഏറ്റവും കൂടുതലാണ് ഏത് സ്റ്റേറ്റിലാണ് നടന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പോൾ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഇതുപോലെ സോർട്ട് ബൈ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് കാണിച്ചു തരും. അതുപോലെ ഏറ്റവും സെയിൽ കുറവ് നടന്നത് മഹാരാഷ്ട്ര എന്നറിയാം, ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് ബീഹാറിലെന്നറിയാം. ഇങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിളോട് നോക്കാം. പൊട്ടറ്റോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് ബൈ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോയുടെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് ഏത് സ്റ്റേറ്റ് എന്ന് അറിയാൻ പറ്റും. പഞ്ചാബാണ്. ഓക്കെ, ഇനി ഇതിൽ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഫിൽട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സെയിൽസ് പേഴ്സണെ ഡ്രാഗ് ചെയ്ത് ഫിൽട്ടറിൽ കൊണ്ടുപോയിടാം. ഓക്കെ, സെയിൽസ് പേഴ്സൺസ് ഇവിടെ ഓൾ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ അതായത് എല്ലാ സെയിൽസ് പേഴ്സൺസിൻ്റെയും സെയിലിൻ്റെ റിപ്പോർട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കത് ഇൻഡിവിജ്വലായി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരാളുടെ മാത്രം ഒരു സെയിലിൻ്റെ റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ആളുടെ ക്ലിക്ക് ചെയ്യുക. അത് നോക്കൂ, ഇത് അർജുൻ എന്ന് പറയുന്ന ആളുടെ മാത്രം സെയിൽ ചെയ്ത റിപ്പോർട്ടാണ്. അയാൾ ആപ്പിൾ എത്ര സെയിൽ ചെയ്തു, ബനാന എത്ര സെയിൽ ചെയ്തു, അതായത് ഏതൊക്കെ സ്റ്റേറ്റുകളിലേക്കാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് വേറെ എക്സാമ്പിളോട് നോക്കാം. റീജിയൻ വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. റീജിയനെ ഫിൽട്ടറിലുണ്ട് ഡ്രാഗ് ചെയ്തിടാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സൗത്ത് റീജിയനിലേക്ക് നടന്ന സെയിലുകൾ ചെക്ക് ചെയ്യാൻ പറ്റും. സൗത്ത് സെലക്ട് ചെയ്താൽ സൗത്തിന് മാത്രം. കർണാടകയിൽ ആപ്പിൾ എത്ര സെയിലായി, തമിഴ്നാട്ടിൽ, ഇങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടും. നമുക്ക് ഇത് മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. സൗത്ത് മാത്രമല്ല, സൗത്തും വെസ്റ്റ് കൂടി അങ്ങനെ ഒരു കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് കൊടുക്കുക. നമുക്ക് നോക്കേണ്ട ഇതൊക്കെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി സെയിൽസ് പേഴ്സൺസിൻ്റെ ഒരു റിപ്പോർട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് താഴെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സെലക്ട് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വലായി ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+C പ്രസ് ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെയിം പിവറ്റ് ടേബിൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ
ഇത് മുകളിലെ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്. നമുക്കതൊക്കെ റിമൂവ് ചെയ്യാം. പ്രോഡക്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് പുതിയൊരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ സെയിൽസ് പേഴ്സൺസിൻ്റെ റിപ്പോർട്ടാണ് വേണ്ടത്. അവർ സ്റ്റേറ്റ് വൈസ് സെയിൽ ചെയ്ത കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ അതിനായിട്ട് സെയിൽസ് പേഴ്സണെ റോസിലേക്ക് കൊണ്ട് ഡ്രാഗ് ചെയ്തിടുക. ഇനി വാല്യൂസിൽ ടോട്ടൽ സെയിൽസ് ഇൻ റുപ്പീസ് അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോർട്ട് ബൈ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയത് ആരാന്നറിയാൻ പറ്റും. ഇതിൽ മീര എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയത്. ഏറ്റവും കുറവ് അനിതയെ. ഇനി നമുക്കത് സ്റ്റേറ്റ് വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡ്രാഗ് ചെയ്ത് കോളംസിൽ കൊണ്ടുവരിക. കണ്ടോ? ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈസ് നമുക്ക് ഈ ഓരോ സെയിൽസ് പേഴ്സണും സെയിൽ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെയിലാകുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ ടേബിൾ കോപ്പി ചെയ്യുക, Ctrl+C, Ctrl+V. നമുക്ക് ആവശ്യമില്ലാത്ത കോളംസൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ പ്രോഡക്റ്റിനെ നമുക്ക് റോസിലേക്ക് കൊണ്ടുവരാം. ടോട്ടൽ സെയിൽസ് ഇൻ റുപ്പീസ് വാല്യൂസിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് സ്റ്റേറ്റ് വൈസ് റിപ്പോർട്ട് കിട്ടാനായിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കോളംസിലേക്ക് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ സോർട്ട് ബൈ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും മുകളിലുള്ളത് ഇതാണ് ലാർജസ്റ്റ് വാല്യൂ. കാബേജ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും കുറവ് സെയിൽ നടന്നിട്ടുള്ളത് ഈ വാല്യൂ ആണ്. ഇത് ആപ്പിളാണ്. ഇനി നമുക്കത് പെർസെൻറ്റേജ് വൈസിലും നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഏതെങ്കിലും ഒരു സെല്ലിൽ ഇവിടെ ഷോ വാല്യൂസ് ആസ് ഉണ്ട്. അതിൽ പെർസെൻറ്റേജ് ഓഫ് ഗ്രാൻഡ് ടോട്ടൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കാണാം നമുക്ക് ഗ്രാൻഡ് ടോട്ടലിൽ ഓരോ സ്റ്റേറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ, ഓരോ സ്റ്റേറ്റിലും എത്ര പെർസെൻറ്റേജാണ് സെയിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പഞ്ചാബിൽ 10.63 ആണ്. അതാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള സ്റ്റേറ്റ്. അതിന് താഴേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു വരുന്നത് കാണാം. ഇതിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല, അതല്ലാതെ മറ്റ് ഓപ്ഷൻസ് കൂടിയുണ്ട്. പെർസെൻറ്റേജ് ഓഫ് കോളം ടോട്ടൽ. ഇത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ മൊത്തം സെയിൽസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് ഏതെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ഇവിടെ പഞ്ചാബിലാണെങ്കിൽ പൊട്ടറ്റോ ആണ് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത്. ഏറ്റവും കുറവ് സെയിലായിട്ടുള്ളത് മാംഗോ ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കിവിടെ കിട്ടും. ഇനി ഇത് കൂടാതെ നമുക്ക് റാങ്ക് അടിസ്ഥാനത്തിൽ ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെയിൽ എന്ന് അറിയാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് റാങ്ക് പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത് പൊട്ടറ്റോ ആണ്. മഹാരാഷ്ട്രയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത് ഗ്രേപ്സ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്താൽ ഓർഡറിൽ വരും. ഓരോ സ്റ്റേറ്റ് വൈസായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. ഇനി പഴയതുപോലെ വാല്യൂസിലേക്ക് തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും സെല്ല് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഷോ വാല്യൂസ് ആസ് നോ കാൽക്കുലേഷൻ എന്നുള്ള സെലക്ട് ചെയ്താൽ മതി. ഇനി
നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റിലെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതായത് അവിടെ ഏതൊക്കെ സെയിൽസ്മാനാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഞ്ചാബിൽ ക്യാരറ്റ് ഇത് ആരാണ് സെയിൽ ചെയ്യുന്നത്, ആരൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു ഷീറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ക്യാരറ്റ് ഇവിടെ സെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. നാല് പേരാണ് അവിടെ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. അത് എത്ര ക്വാണ്ടിറ്റി വീതമാണ് സെയിൽ ചെയ്തത്, അതൊക്കെ ഏതൊക്കെ ഡേറ്റുകളിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ടോട്ടൽ എമൗണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പിവറ്റ് ടേബിളിനെ കുറിച്ചുള്ള മാക്സിമം കണ്ടൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക.